അവിശ്വാസികളും ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ തിരിച്ചുവരവിനായി കാത്തിരിക്കുന്നുവെന്ന് മതാന്തര സംവാദത്തിനായുള്ള ഡിക്കാസ്റ്ററിയുടെ പ്രീഫെക്ട് കർദിനാൾ മാർ ജോർജ് കുവക്കാട്. ക്രൈസ്തവ വിശ്വാസികളോടൊപ്പം തന്നെ മറ്റു മതവിഭാഗത്തിൽപ്പെട്ടവരും മാർപ്പാപ്പയുടെ രോഗാവസ്ഥയിൽ ആകുലരാണെന്നും അദ്ദേഹം പറഞ്ഞു. Da tutto il mondo. In queste settimane in cui il Santo Padre è ricoverato in ospedale, sono giunti toccanti messaggi di solidarietà e di vicinanza, insieme con l'assicurazione di tante preghiere innalzate al cielo per la sua guarigione. Perciò, insieme con i fedeli cristiani e con i credenti delle altre tradizioni religiose, che in tutto il mondo offrono preghiere e sacrifici per la guarigione del Santo Padre, e anche con tanti non credenti che apprezzano e amano Papa Francesco e sono preoccupati per la sua salute. Vogliamo affidare il Santo Padre e tutti gli infermi alla materna protezione di Maria. Uniamo la nostra invocazione a quella dei poveri, perché la loro preghiera è la più efficace. Come suggerisce la Sacra Scrittura, e in particolare il Siracide, la preghiera del povero sale agli orecchi di Dio e il giudizio di Lui sarà a suo favore. La preghiera del povero attraversa le nubi, né si quieta finché non sia arrivata. Non desiste finché l'Altissimo non sia intervenuto. Nel nome del Padre e del Figlio e dello Spirito Santo. Amen. വത്തിക്കാനിലെ പോൾ ആറാമൻ ഹാളിൽ നടന്ന ജപമാല പ്രാർത്ഥനയ്ക്ക് ശേഷമാണ് കർദിനാൾ മാർ ജോർജ് ജേക്കബ് കൂവക്കാട് പിതാവ് ഇപ്രകാരം പറഞ്ഞത്. ക്രിസ്ത്യൻ വിശ്വാസികൾക്കൊപ്പം മറ്റു മതവിഭാഗത്തിൽപ്പെട്ടവരും ഫ്രാൻസിസ് മാർപ്പാപ്പയെ വിലമതിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്നു. പാപ്പയുടെ ആരോഗ്യത്തെക്കുറിച്ച് എല്ലാവരും ആശങ്കാകുലരാവുകയും ചെയ്യുന്നെന്നും കർദിനാൾ വ്യക്തമാക്കി. മാർപ്പാപ്പയുടെ രോഗാവസ്ഥയിൽ ലോകം മുഴുവനിലുമുള്ള അനേകരുടെ പ്രാർത്ഥനകൾ സ്വർഗത്തിലേക്ക് ഉയർന്നിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. പരിശുദ്ധ പിതാവിന്റെയും ലോകം മുഴുവനിലുമുള്ള രോഗികളുടെയും ആരോഗ്യം മറിയത്തിന്റെ മാതൃസംരക്ഷണത്തിന് വരമേൽപ്പിക്കുവാൻ വിശ്വാസികളെ ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് കർദിനാൾ മാർ ജോർജ് കൂവക്കാട് പിതാവ് തന്റെ സന്ദേശം അവസാനിപ്പിച്ചത്. തുടർന്ന് നോമ്പുകാല ധ്യാനത്തിന് പേപ്പൽ ഭവനത്തിന്റെ പ്രസംഗകനായ ഫാദർ റോബർട്ടോ പസോളിനി നേതൃത്വം നൽകി. ഫ്രാൻസിസ് പാപ്പ ആശുപത്രിയിൽ നിന്നും ഓൺലൈനായി ധ്യാനത്തിൽ പങ്കുചേരുകയും ചെയ്തു. നോമ്പുകാല ധ്യാനം 9-നാണ് ആരംഭിച്ചത്. റോമൻ കൂരിയയിലെ എല്ലാ ഉദ്യോഗസ്ഥരെയും ജീവനക്കാരെയും ഉൾക്കൊള്ളിച്ചുള്ള ധ്യാനം പോൾ ആറാമൻ ഹാളിലാണ് നടന്നത്. വർഷങ്ങൾക്കു ശേഷം വത്തിക്കാനിൽ തന്നെ റോമൻ കൂരിയായ്ക്ക് വേണ്ടി നടത്തുന്ന ആദ്യത്തെ ധ്യാനമാണിത്. ഏതാനും വർഷങ്ങളായി പാപ്പയും റോമൻ കൂരിയായിലെ ഉന്നത ഉദ്യോഗസ്ഥരും റോമിന് പുറത്താണ് നോമ്പുകാല ധ്യാനം നടത്തിയിരുന്നത്. ഉദ്യോഗസ്ഥർക്ക് അവരുടെ പതിവ് ദിനചര്യകളിൽ നിന്ന് പൂർണ്ണമായും വിട്ടുനിൽക്കുവാൻ അവസരം നൽകിക്കൊണ്ടായിരുന്നു ഫ്രാൻസിസ് പാപ്പ ഇത്തരമൊരു തീരുമാനം കൈക്കൊണ്ടത്. എന്നാൽ ഇത്തവണ വീണ്ടും വത്തിക്കാനിൽ തന്നെ ധ്യാനം നടത്തുവാനാണ് പരിശുദ്ധ സിംഹാസനം തീരുമാനിച്ചത്. അതേസമയം നിരവധി പേരാണ് ആഗോള കത്തോലിക്ക സഭയുടെ പരമാധികാരിയായി ഫ്രാൻസിസ് മാർപ്പാപ്പ തിരഞ്ഞെടുക്കപ്പെട്ടിട്ട് 12 വർഷം തികഞ്ഞ പശ്ചാത്തലത്തിൽ ആശംസകൾ നേർന്ന് എത്തിയത്. പാപ്പയുടെ സൗഖ്യത്തിനായി പ്രാർത്ഥിച്ചും ഉദ്ബോധനങ്ങൾക്കും സാക്ഷ്യത്തിനും നന്ദി പറഞ്ഞും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും സന്ദേശങ്ങൾ എത്തിയെന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്.